കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഹഗായിയുടെ പുസ്തകത്തെപ്പറ്റി പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് പഠിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഹഗായിയുടെ പുസ്തകം നാം കണ്ടതുപോലെ തന്നെ ബാബിലോണിയ അടിമത്വത്തിൽ നിന്ന് 70 വർഷത്തെ അവരുടെ പ്രവാസകാലത്തിന് ശേഷം യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ച പ്രവാചനത്തിന് ശേഷം ഇവർ തിരികെ വരുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇവരെ ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് അടിമയാക്കിക്കൊണ്ട് പോയതിനു ശേഷം ആ ബാബിലോൺ സാമ്രാജ്യവും അവിടെ അസ്തമിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അസ്തമനത്തിന് ശേഷം അവിടെ മേദ്യ പേർഷ്യ രാജ്യം, മേദ്യ പേർഷ്യ രാജ്യത്തിലെ പേർഷ്യൻ രാജാവായിരുന്ന സൈറസിൻ്റെ ആ സമയത്ത് ഇവരെ തിരികെ കൊണ്ടുവരികയാണ്. അവരിപ്പോൾ ബാബിലോണിൽ നിന്ന് ഇസ്രയേലിലേക്ക് യെരൂശലേമിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പിലത്തെ അവസ്ഥയെല്ലാം വളരെ എല്ലാം നല്ല രീതിയിലിരുന്ന ആ അവരുടെ ആലയവും അതുപോലെ തന്നെ അവരുടെ സിറ്റിയും എല്ലാം നെബൂഖദ്നേസർ തകർത്ത് അത് മുഴുവനും ഉടയ്ക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ 70 വർഷത്തിന് ശേഷം അവർ തിരികെ തൻ്റെ ദേശത്തേക്ക് വരുമ്പോൾ ദൈവം എസ്ര അതുപോലെ തന്നെ സെരുബാബേൽ ഇങ്ങനെയുള്ള ദൈവമക്കളെ ഉപയോഗിക്കുന്നു. എസ്രയെ ഉപയോഗിക്കുന്നു. ശാസ്ത്രിയായ എസ്ര ഉണ്ടായിരുന്നു. അതോടുകൂടെ തന്നെ യോശുവ, മഹാപുരോഹിതനായ യോശുവയും ഉണ്ടായിരുന്നു. മന്ദിരം പണിയുവാനായിട്ട്, ആലയം പണിയുവാനായിട്ട് സെരുബാബേലിനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിൻ്റെ സമ്മറി നാം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ സെരുബാബേൽ വന്ന് ആലയം പണിയുകയാണ്. ആലയം പണിയുന്ന സമയത്ത് അനേക എതിർപ്പുകൾ വരുമ്പോൾ അവർക്ക് മധ്യത്തിൽ അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ദൈവം 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അതിൽ ഒന്ന് സഖരിയാവ്, 2 നമ്മൾ കണ്ട ഈ ഹഗായി. ഈ 2 പ്രവാചകന്മാരെ ആ സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച് ഈ 2 പേരും ഈ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന വചനങ്ങളാണ് നാം കാണുന്നത്. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ മർമ്മങ്ങൾ നാം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൽ യേശുക്രിസ്തുവിന്റെ 1-ാം വരവും 2-ാം വരവും ഉണ്ട്. ഹഗായിയുടെ പുസ്തകത്തിൽ ഹഗായി ഇവരെ ധൈര്യപ്പെടുത്തുകയാണ്, ആലയം പണിയുവാനായിട്ട് ധൈര്യപ്പെടുത്തുകയാണ്. അതിനുശേഷം 2-ാമത്തെ ഒരു ഗ്രൂപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നെഹമ്യാവ് ആലയം സഖരിയാവിൻ്റെയും ഹഗായിയുടെയും സമയത്ത്, അല്ലെങ്കിൽ സെരുബാബേലിൻ്റെ സമയത്ത്, എസ്രായുടെ സമയത്ത് അവർ ആലയം പണിതെങ്കിലും അവരുടെ മതിലുകളും അതുപോലെ തന്നെ 10 വാതിലുകളുണ്ട്. ഈ 10 വാതിലുകളും ഇടിഞ്ഞു കിടക്കുകയാണ്. ഇതിനെ പുനഃസ്ഥാപിക്കുവാനായിട്ട് നെഹമ്യാവ് വരികയാണ്. നെഹമ്യാവിൻ്റെ കൂടെ ആ സമയത്ത് പ്രവാചകനായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മലാഖി പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ എസ്രായുടെ പുസ്തകത്തിൽ അതുപോലെ തന്നെ ഈ നെഹമ്യാവിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഹഗായിയെ പറ്റിയും സഖരിയ പ്രവാചകനെ പറ്റിയും നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ 6:14 നമ്മൾ കണ്ടു. യഹൂദയുടെ മൂപ്പന്മാർ പണിത് ഹഗായി പ്രവാചകനും ഇദോദിൻ്റെ മകനായ സഖരിയാവും പ്രവചിച്ച് അവർക്ക് സാധിച്ചു വന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിനെപ്പറ്റി കാണുവാനായിട്ടിടയായി. ഹഗായിയുടെ പുസ്തകത്തിൽ നാം കണ്ടു. അതിൽ ഹഗായിയുടെ 4 വിശേഷ ഗുണങ്ങൾ നമ്മൾ കണ്ടു. ഹഗായിയുടെ 4 വിശേഷ ഗുണങ്ങൾ നാം കാണുവാൻ തീർന്നു. ഒരു നല്ല വിനയം ഉള്ള, ഹംബിൾനെസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനോ കുറയണം അവനോ വളരണം എന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ യേശു ദൈവത്തെ ഉയർത്തി തന്നെ താഴ്ത്തുന്നതായിട്ട് ഒരു 2 അധ്യായത്തിൽ
ഈ വളരെ അനുഗ്രഹമായിട്ട് ഈ 4 പോയിന്റുകളും നമുക്ക് കാണുവാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ഒരു ദൂതനായിട്ട് അല്ലെങ്കിൽ ദൈവം അയച്ച ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടൊരു ഒരു മെസ്സഞ്ചറായിട്ട് ദൈവം ഉപയോഗിക്കുന്നതായിട്ട് ദൂതുവാഹകനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഈ ഹഗായിയെ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണം ഒരു ഒരു ടീച്ചറും ഒരു മോട്ടിവേറ്ററും കൂടിയാണ്. ഒരു നല്ലൊരു അധ്യാപകനും ഒരു പ്രചോദകനും കൂടിയാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാലാമതായിട്ട് നമ്മൾ കണ്ടു ഒരു പ്രവൃത്തിയുടെ മനുഷ്യനാണ്, എ മാൻ ഓഫ് ആക്ഷൻ. ഏത് കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഈ ഹഗായിയുടെ പുസ്തകത്തിൽ നാം കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ദാരിവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഇസ്രായേൽ ജനങ്ങൾ എപ്പോഴും അവരുടെ കലണ്ടറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബാബിലോണിൽ നിന്നും നെബൂഖദ്നേസർ വന്ന് ഇവരെ തകർത്തുകൊണ്ട് അടിമകളാക്കി കൊണ്ടുപോയതിനു ശേഷം അവർക്ക് അവരുടെ കലണ്ടർ അല്ലെങ്കിൽ അവരുടെ രാജാക്കന്മാരെ പറ്റി പറയുവാനൊന്നുമില്ല. ജാതികളുടെ രാജാക്കന്മാരെയാണ്. നമ്മൾ ബാക്കിയുള്ള 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലാണെങ്കിലും 1-ഉം 2-ഉം രാജാക്കന്മാരും 1-ഉം 2-ഉം ഈ ക്രോണിക്കിൾസ് അല്ലെങ്കിൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിലെല്ലാം ഈ ഇസ്രായേൽ രാജാക്കന്മാരും അല്ലെങ്കിൽ യഹൂദ രാജാക്കന്മാരുടെ സമയ പീരീഡാണ് കഴിയുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്തിൽ ഇത് മുഴുവൻ ഡേറ്റ് സഹിതമാണ്. ഈ ഹഗായിയുടെ പുസ്തകം വളരെ വ്യക്തമായിട്ട് പല ഡേറ്റുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ജാതികളുടെ. അപ്പോൾ ദാരിവേശ് രാജാവിൻ്റെ, അപ്പോൾ ഇവർക്ക് യഹൂദന്മാരിൽ രാജാവില്ല. അത് കാരണമാണ് ദാരിവേശ് രാജാവ്. യേശു ക്രിസ്തു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതുപോലെ തന്നെ പറഞ്ഞു, ജാതികളുടെ സമയം ഈ സമയത്ത് അവിടെ ജാതികളുടെ സമയമാണ് ആരംഭിച്ചത്. നെബൂഖദ്നേസർ ഇവരെ പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ജാതികളുടെ സമയം ആരംഭിച്ചു. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാതികളുടെ സമയം നമ്മൾ കണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്. ഇവിടെ ദാരിവേശ് രാജാവിൻ്റെ ആദ്യ വർഷം തന്നെ അവരെ പോകാൻ പുറപ്പെടുവാനായിട്ട് അനുവദിച്ചു. എന്നാൽ ഇവർ പോകാതിരുന്നു. അതാണ് മെയിനായിട്ട് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള ഒരു ദുഃഖം. ഇവർ പോകാതിരിക്കുന്നത് അവർ പോയി പണിയാനായിട്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 21-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടുകയും ചെയ്തു. ജാതികളുടെ കാലം തികയോളം. ഈ ജാതികളുടെ കാലം തികയുന്ന സമയം വരുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ വരവും കർത്താവ് ഈ ഭൂമിയിൽ വന്ന് രാജ്യം ഭരിക്കുവാൻ പോകും. നമ്മുടെ 1000 വർഷം ഈ ഭൂമിയെ കർത്താവ് ഭരിക്കും. അതോടുകൂടെ നാമും യേശു ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ ഭരിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കും. ആ സമയം ജാതികളുടെ രാജ്യം സമയമല്ല. ഇപ്പോൾ നാം ഇരിക്കുന്ന സമയവും ജാതികളുടെ സമയമായി കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. അതാണ് അന്യജാതികളുടെ സമയം. ബാബിലോണിലേക്ക് അവർ കൊണ്ടുപോയപ്പെട്ട സമയം. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളിൽ കൂടി അവർ കടന്നുപോയ സമയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി കേട്ടതാണ്. 1 കൊരിന്ത്യരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരും. നമുക്കൊരു പ്രതിഫലമുണ്ട്. ഉറപ്പുള്ളവരും കുലുങ്ങാതിരിക്കുന്നവരും ആയിരിക്കുക. നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഇന്ന് നാം എന്ത് പ്രയത്നിക്കുന്നു കർത്താവിന് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി അസ്തമിക്കും, ഇവിടെ കൊണ്ട് തീരും. എന്നാൽ നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തോ അത് മാത്രം നിലനിൽക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചവരും ആകുകയും.
ഇവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ വരികയാണ്. അവരുടെ ഒരു വലിയ ഉദ്ദേശം ആലയം പണിയുക എന്നുള്ള ഒരു ഉദ്ദേശം. ഈ ഉദ്ദേശത്തോടുകൂടി അവർ കടന്നു വരികയാണ്. ഈ വരവിൽ അവർക്ക് അനേക എതിർപ്പുകൾ ഉണ്ടാകും. ആ എതിർപ്പുകളെയും അതിജീവിച്ച് അവർ പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിയുവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവയുടെ കൽപ്പന. നമ്മളിതോടെ കാണുകയാണ്, നിങ്ങൾ മലയിൽ പോയി മരം കൊണ്ടുവരും. ഹഗയുടെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യഹൂദ ദേശാധിപതിയായി ശെയല്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലിൻ്റെയും മനസ്സ് പുരോഹിതനായി യഹോയാദാക്കിമിൻ്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള എല്ലാവരുടെ മനസ്സും ഉണർത്തി അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ വേല ചെയ്തു. ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ ചെയ്ത് കർത്താവിൻ്റെ വേല, നമ്മൾ എന്തും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അതെല്ലാം റെക്കോർഡായിട്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ നാം പോയി പ്രാപിക്കുന്ന പ്രതിഫലം ഏറ്റവും വലിയ ഒരു പ്രതിഫലമാണ്. അതുകൊണ്ടാണ് നാം കഷ്ടതയുടെ നടുവിലും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിക്കുന്നത്. ഹഗയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദാരിവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായ ശെയല്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായ യഹോയാദാക്കീമിൻ്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്നാൽ, ഇവിടെ 2 പേരുടെ പേരിവിടെ എടുത്തു പറയുന്നു. 1 സെരുബ്ബാബേൽ, 2 ഇവിടെ കാണുന്ന യോശുവ. ഇവരാണ് ഇതിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇവര് സെരുബ്ബാബേൽ താൻ ബാബിലോണിൽ നിന്നും വന്ന വ്യക്തി. ബാബിലോണിലായിരുന്നു അവൻ ജനിച്ചത്. ബാക്കിയുള്ളവരെല്ലാം ഇവിടുന്ന് പോയവരിൽ ദാനിയേലാണെങ്കിൽ ഇവിടുന്ന് യൗവനത്തിൽ പോയ വ്യക്തിയാണ്. എന്നാൽ സെരുബ്ബാബേൽ അവിടെ ജനിച്ചവനാണ്. സെരുബ്ബാബേൽ അവിടെ ജനിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഈ സെരുബ്ബാബേൽ ഇവിടെ ബാബിലോണിൽ ജനിച്ച അവിടെ വളർന്ന ഒരു വ്യക്തി ഇപ്പോൾ അവിടുത്തെ ഒരു ഗവർണറായിട്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ ദേശത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. സെരുബ്ബാബേലിനെ കൊണ്ടുവരികയാണ്. ഈ സെരുബ്ബാബേലിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സെരുബ്ബാബേൽ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഈ സെരുബ്ബാബേൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഒരു നേതൃത്വം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. ഇതിൽ 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു. യഹോയാക്കീമിൻ്റെ പുത്രന്മാർ, അവൻ്റെ മകൻ യൊഖന്യാവ്, അവൻ്റെ മകൻ സിദക്കിയാവ്, ബദ്ധനായ യോഖ്യാവിൻ്റെ പുത്രൻ, അവൻ്റെ മകൻ ശെയല്തീയേലിൻ്റെ മൽക്കീരാം, പെദാവ്, ശെനസ്സർ, യഖന്യാവ്, ഹോശമ, നെഥന്യാവ്, പെദയാവിൻ്റെ മക്കൾ സെരുബ്ബാബേൽ, ശിമെയി. സെരുബ്ബാബേലിൻ്റെ മക്കൾ ഷെമല്ല, ഹനന്യാവ്, അവരുടെ സഹോദരി എലോത്മേത്ത് എന്നിവർ. ഇവിടെ മുഴുവനും ജീനിയോളജിയിൽ വന്നിരിക്കുകയാണ്.
യഹോയാക്കീമിന്റെ പുത്രന്മാർ. നമ്മളിവിടെ കാണുന്ന യഹോയാക്കീം യഹൂദയുടെ രാജാവായിരുന്നു. യഹൂദയുടെ രാജാവായി യഹോയാക്കീം അങ്ങനെ ഉള്ളവരെ, സിദക്കിയാവ് ഇങ്ങനെയുള്ളവരെ ബാബിലോണിലേക്ക് അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ചും ഈ സിദക്കിയാവിൻ്റെ മുമ്പിൽ സിദക്കിയാവിൻ്റെ കണ്ണെല്ലാം പൊട്ടിച്ച് കൊണ്ടുപോയ പ്രവചനത്തിൽ പ്രകാരം യെരമ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ അവിടെ സംഭവിച്ചു. ആ ജീനിയോളജിയിലുള്ള വ്യക്തിയാണ് ഈ സെരുബ്ബാബേൽ. അപ്പോൾ സെരുബ്ബാബേൽ രാജകുടുംബത്തിൽപ്പെട്ടതാണ്. അതിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ വംശാവലി നോക്കുമ്പോൾ ഈ സെരുബ്ബാബേലിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വ്യക്തി ജനിച്ചത് ബാബിലോണിലാണ്. ബാബിലോണിൽ ജനിച്ചതുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ സെരുബ്ബാബേൽ എന്നുള്ള പേര് ബാബിലോണിൻ്റെ പേരോടുകൂടി ഈ വന്നിരിക്കുകയാണ് ഈ സെരുബ്ബാബേൽ. സെരുബ്ബാബേലിൻ്റെ ഈ സമയം താൻ ഈ രാജവംശത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഈ രാജവംശത്തിൽ ജനിച്ച ഒരു വ്യക്തി. ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുവാനായിട്ട് സെരുബ്ബാബേൽ ഇവരുടെ എല്ലാ ജീനിയോളജിയിലുള്ള ജനങ്ങളുടെ പേര് നമ്മൾ കണ്ട അതേ വ്യക്തികളുടെ പേരാണ് നമ്മളിവിടെ കാണുന്നത്. ഈ രാജവംശത്തിൽ പിറന്ന ഒരുവനെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഒരു വലിയ പ്ലാനിങ് ആണ്. യേശുക്രിസ്തുവിൻ്റെ ആ വരവിന് വേണ്ടി ഒരുക്കുവാനുള്ള ജീനിയോളജിയിൽപ്പെട്ട ആളെ തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. കർത്താവിന് ഒരു മിസ്റ്റേക്കും വരത്തില്ല. കർത്താവ് വളരെ അക്യുറസ് ആയിട്ടാണ് പ്രവചനങ്ങളെല്ലാം നിറവേറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അതേ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയെ തന്നെ ഈ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തുന്നുള്ളതാണ്. ഈ ബാബിലോണിൽ പോയി ജനിച്ചവനായെങ്കിൽ പോലും, ബാബിലോണിന് പേരുള്ളവനാണെങ്കിൽ പോലും, ഇസ്രായേൽ പേരല്ല സെരുബ്ബാബേൽ. ബാബിലോണിൽ ചെന്നതുകൊണ്ട് അവരുടെ പേര്, അവരുടെ ദൈവങ്ങളുടെ പേരിൽപ്പെട്ട ഒരു വ്യക്തി അവർ ആക്കി വെച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോ ഇത് മൂന്നും ഇവരുടെ പേരേ അല്ല, യഹൂദ പേരേ അല്ല. അവിടെ ആക്കി വെച്ചു, അവരുടെ ദൈവങ്ങളുടെ പേരിൽ ഒരാളെ ആക്കി വെച്ചു. എന്നാൽ ദൈവത്തിന് ഒരാളെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ, മനുഷ്യൻ ഏത് പേരിട്ടാലും, മനുഷ്യൻ ഏത് ഇതാണെങ്കിലും ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി. ഇപ്പോൾ സെരുബ്ബാബേലിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വ്യക്തി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. അടുത്താണ് യോശുവയെയും ദൈവം തിരഞ്ഞെടുത്തു. ഇത് മഹാപുരോഹിതനായിട്ട് യോശുവയെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. പിശാച് വന്നിട്ട് യോശുവ വസ്ത്രം, മലിനമായ വസ്ത്രം അല്ലെങ്കിൽ അഴുക്ക് പുരണ്ട വസ്ത്രം ധരിച്ചു എന്നുള്ള ഒരു കംപ്ലൈൻറ്റുമായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നതായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതേ യോശുവയെ പറ്റി, ഈ രണ്ടുപേരെയും ദൈവം തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഇന്ന് മുതൽ നാം പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്യത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒന്നാമത്തെ വാക്യം പഠിച്ചു കഴിഞ്ഞത്. രണ്ടാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിയുവാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ജനം പറയുന്നുവല്ലോ. ഈ ഒന്നാം വാക്യവും രണ്ടാം വാക്യവും ഒരു ചില വർഷങ്ങളുടെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അവരവിടെ നിന്ന് കർത്താവിൻ്റെ ആലയം പണിയുവാനായിട്ട് ഉത്സാഹത്തോടു കൂടി വന്നു. സെരുബ്ബാബേലിനെ ദൈവം തിരഞ്ഞെടുത്തു. മഹാപുരോഹിതനായ യോശുവയെ തിരഞ്ഞെടുത്തു. ജനങ്ങളെല്ലാം വന്നു. ആ സമയത്ത് എസ്രായുണ്ട്. എസ്രായുടെ സമയമാണ്. എസ്രായുടെ പുസ്തകവും ഈ സക്കരിയാവ് ഹഗായിയുടെ പുസ്തകവും ഒരേ സമയത്തുള്ളതാണ്. അതുകൊണ്ട് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുഴുവനും പിക്ചർ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ പറയുകയാണ്, യഹോവയുടെ ആലയം പണിയുവാനായിട്ട് സമയം വന്നിട്ടില്ല. എക്സ്ക്യൂസ്.
പലവിധമായ ഉപാധികൾ അവർ പറഞ്ഞ് അവർ ആലയം പണിയുന്നതിൽ നിന്ന് മാറി. കാരണം, ഒരേ ഒരു കാരണം, അവർക്ക് എതിർപ്പ് വന്നു. നെഹെമ്യാവിൻ്റെ സമയത്തും ഇതേ എതിർപ്പുകൾ വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാം, സൻബലാത്തും തോബിയാവും അതുപോലുള്ളവർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ എൻ്റെ സഹോദരന്മാരും സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവ്, ഇവർ എങ്ങനെ പണിയും? ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവമേ, കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാർ ആയിരിക്കുന്നു. അവരുടെ നിന്ദയെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ചും പ്രവാസത്തിൽ നിന്നും അവരെ കവർച്ചയ്ക്ക് ഏൽപ്പിക്കണമേ. ഇവിടെ സൻബലാത്തും തോബിയാവും എതിർക്കുകയാണ് മതിൽ പണിയുന്ന സമയത്ത്. ദ സെയിം പ്രോബ്ലം ഇവർ ആലയം പണിയപ്പോഴും ഉണ്ടായി. ആലയം പണിയപ്പോഴും ഇവര് ഒരു കൈ കൊണ്ട് വാളും ഒരു കൈ കൊണ്ട് അവർ പണിയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു കുറുക്കൻ കയറി വന്ന ഇവരുടെ ഈ മതിലിൽ ഇടിഞ്ഞു വീഴും. ഇവരെന്തോ പണിയുന്നത് നെഹെമ്യാവിന്റെ സമയത്ത് ചോദിച്ചു. അതേപോലെ തന്നെ എസ്രായുടെ സമയത്ത് ആലയം പണിയുന്ന സമയത്തും ഇവർ എതിർത്തു വന്നു. 4-ാം അധ്യായം മുഴുവനും അതിനെ പറ്റിയാണ് കാണിക്കുന്നത്. അതിൽ 4-ന്റെ 23-24 വാക്യത്തിൽ അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ എഴുത്തിന്റെ പകർപ്പ് റഹൂമും രായസക്കാരനായ ഷിംഷായും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ടപ്പോൾ അവർ യെരൂശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ബലാത്കാരത്തോട് അവരെ ഹേമിച്ച് പണി മുടക്കി. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ അവരെ പണി മുടക്കി കിടന്നു. ഈ മുടങ്ങിയ സമയത്താണ് ഇവർ പറയുന്നത്, എന്നാ യഹോവയുടെ ആലയം പണിയുവാൻ സമയമായിട്ടില്ല. അനേക വർഷങ്ങൾ ആ സമയം കൊണ്ട് അവരുടേതായ വീടുകൾ പണിയുവാൻ തുടങ്ങി. പിശാചിന് ഇന്നും ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ പ്രവർത്തനത്തിന് എതിരായിട്ട് ഇന്നും അവൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തനത്തിന് എതിർ നിൽക്കുന്ന അന്ധകാര ദുഷ്ടശക്തിയാണ് അവൻ ഇന്നും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നെഹെമ്യാവിന്റെ സമയത്തും ഉണ്ടായി, ഇപ്പോൾ നമ്മൾ കണ്ട എസ്രായുടെ സമയത്തും ഉണ്ടാകും. നമ്മുടെ സമയത്തും ഇത് തന്നെയാണ് എതിർക്കുന്ന അന്ധകാര ശക്തി. ദുഷ്ടൻ അവൻ ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇസ്രായേലിന്റെ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ 6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയായ തന്മായിയും ബഥർ ബസ്നാനിയും നദിക്ക് ഇക്കരെയുള്ള അഫർസ്യരായ അവരുടെ കൂട്ടരും ദാര്യാവേശിനെ എഴുത്തെഴുതി. ഇവിടെ നിന്ന് ഇവർക്കെതിരായിട്ട് എഴുത്തെഴുതുകയാണ്. ഇസ്രായേലിന്റെ സമയത്ത് നമ്മൾ കാണുന്നതാണ്. അയച്ച പത്രികയുടെ പകർപ്പാണിത്. അവർ ഒരു പത്രിക അയച്ചു. അതിൽ എഴുതിയിരുന്നത് എന്നാൽ, ദാര്യാവേശ് രാജാവിന് സർവമംഗളവും ഭവിക്കട്ടെ. രാജാവിനെ ബോധിപ്പിക്കാൻ ഞങ്ങൾ യഹൂദ സംസ്ഥാനത്തിൽ മഹാദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നു. അതവർ വലിയ കല്ലുകൊണ്ട് പണിയുന്നു.
ചുമരുമതിൽ ഉത്തരം കയറ്റുന്നു. അവർ ജാഗ്രമായി പണി നടത്തുന്നു. അവർക്ക് സാധിച്ചു വരുന്നു. ഞങ്ങൾ ആ മൂപ്പന്മാരോട് ഈ ആലയം പണിയുവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് കൽപ്പന തന്നത് ആരെന്ന് ചോദിച്ചു. അവർക്ക് അറിയത്തില്ല, അതാണ് ചോദിക്കുന്നത്. എതിർപ്പാണ് മുഴുവനും. ഇന്നും ശത്രു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിനക്ക് അധികാരം തന്നത് ആരാണ്? നിന്നോട് ആര് പറഞ്ഞ് സുവിശേഷം അറിയിക്കുക? നിന്നോട് ആര് പറഞ്ഞു ആലയം പണിയുക? അന്നും പ്രവർത്തിച്ച പിശാച് ഇന്നും അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവൻ്റെ സ്ട്രാറ്റജി മാറിയിട്ടില്ല. ട്രിക്ക് മാറിയിട്ടുണ്ട്. പല പല ടെക്നിക്ക് അലകലത് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്: ദൈവത്തിൻ്റെ ആലയം പണിയാതിരിക്കുക. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ഒരു ചോദ്യത്തോടു കൂടിയാണ് ഹഗായി പ്രവേശിക്കുന്നത്. ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കഴിയുമോ? ആലയം ശൂന്യമായിരിക്കും. അവരോട് ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ ഹഗായി മൂലം ചോദിക്കുക. അവർ ആലയം പണിയുവാനായിട്ട് വന്നു. ആലയം പണി നിർത്തിയിട്ട് ഇപ്പോൾ അവരവരുടേതായിട്ടുള്ള വീടുകൾ, തട്ടിട്ട വീട്, ഡബിൾ സ്റ്റോറി ബിൽഡിങ്, ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ പണിയാണ്. കാരണം നമ്മൾ കണ്ടതാണ് എതിർപ്പ് വന്നിരിക്കുകയാണ്. അവർ പറയുന്ന ഒരു എക്സ്ക്യൂസ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ സമയമായിട്ടില്ല. വളരെ ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ആലയം പണിയുവാൻ സമയം വന്നിട്ടില്ല. അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ അവരുടെ വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 വർഷം അവരുടെ വീട് പണിയുവാനായിട്ടായി സമയം ചെലവഴിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ വന്നതാണ് ദൈവത്തിൻ്റെ ആലയം പണിയുവാനായിട്ട്. ഒരു വലിയ ബേർഡനോടുകൂടി, പ്രത്യേകിച്ചും അവിടുത്തെ രാജാവാണ് അയച്ചത്. പേർഷ്യ രാജാവാണ് അയച്ചത്. ഈ രാജാവിൻ്റെ കൽപ്പന പ്രകാരമാണ് വന്നത്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ കണ്ട അതേ 70 വർഷത്തിന് ശേഷം ഇവർ തിരികെ വന്നിരിക്കുകയാണ്. ശത്രു എതിർക്കുന്നു, സത്യമാണ്. എന്നാൽ ഇവരിപ്പോൾ തട്ടിട്ട വീടുകളിൽ പാർക്കുകയാണ്. യഹോവ അരുളി ചെയ്യുന്നു: നിങ്ങളുടെ വഴികളെ ചിന്തിക്കുകയും. ഇവിടെ പറയുകയാണ്: ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകയും. അവരോട് പറയുകയാണ്: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകയും. ഇവർ ഓരോ എക്സ്ക്യൂസും പറയുന്ന സമയത്തും യഹോവയുടെ ആലയം പണിയുവാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുവിൻ. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ചിന്തിച്ചു നോക്കുവിൻ. നമ്മൾ നേരത്തെ കണ്ടു ഈ ജനം എന്നുള്ളത്. നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആലയം പണിയുവാനുള്ള കാലം ആയിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. ദൈവം പറയുന്ന സമയത്ത് ന്യായമായിട്ടും എൻ്റെ ജനം എന്നാണ് സാധാരണ പറയുന്നത്. ഇപ്പോൾ ദൈവം പറയുകയാണ് ഈ ജനം. അവർ ദൈവത്തിൻ്റെ കൽപ്പന വിട്ടതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. എങ്കിലും അവരോട് പറയുമ്പോൾ ഈ ജനം എന്നുള്ളതാണ്. എൻ്റെ ജനം എന്ന് പറയാൻ ഉപയോഗിക്കുന്നില്ല. ഈ ജനം. നാം കർത്താവിനെ വിട്ടു മാറിക്കഴിയുമ്പോൾ ദൈവം അതാണ് പറയുന്നത്, ഈ ജനം.
ദൈവത്തിൻ്റെ കൽപ്പന നാം പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജനം എന്ന് പറയുന്നു. ഇപ്പോൾ ഇവർ പറയാണ്, ഈ ജനം പറയുകയാണ് സമയമായിട്ടില്ല, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സമയമായിട്ടില്ല. ഇപ്പോൾ പറയണം, ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകയും, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുകയും. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വഴികളിലാണോ എന്ന് ചിന്തിച്ചു നോക്കുകയും, നിങ്ങൾ ചിന്തിച്ചു നോക്കുകയും. ഇത് നാം ഓരോരുത്തരും ഈ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ചിന്തിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ എതിർപ്പുകൾ, അനേകം എതിർപ്പുകളുടെ മധ്യത്തിൽ സുവിശേഷം അത് പരന്നുകൊണ്ടേയിരിക്കും. സുവിശേഷത്തിനെതിരായിട്ട് പല എതിർപ്പുകളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്നുമുണ്ട്, ഇന്നുമുണ്ട്, കർത്താവിൻ്റെ വരവരെയും ഉണ്ടാവും. എന്നാൽ നാം നമ്മുടെ വഴികളെ ചിന്തിച്ചു നോക്കുക. ദൈവം നടത്തിയ വഴികളെ ചിന്തിച്ചു നോക്കുക. ദൈവം നമ്മളെ ഓരോ അത്ഭുതകരമായ വഴിയിൽ കൂടി നടത്തിക്കൊണ്ടുപോയി. ആ വഴികളിൽ ദൈവം നമ്മളെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.